ഹലോ ഹായ് ഗുഡ് ഈവനിങ്. എവിടെയാണ് എല്ലാവരും? ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്ക്. എനിക്ക് നിങ്ങളെല്ലാവരും കാണണം. വേഗാവട്ടെ. ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് മിടുക്കന്മാരും മിടുക്കികളായിട്ടിരുന്നേ. വേഗാവട്ടെ, ഉഷാറാവട്ടെ. ഭയങ്കര ചിരിച്ചിരിക്കണ്ടല്ലോ. ധാരത് സയാൻ അൺമ്യൂട്ട്. സയാനെ സയാൻ സയാൻ ഹലോ. ഭയങ്കര ചിരിയാണല്ലോ, എന്തു പറ്റി? അത്ര സന്തോഷത്തിലാണല്ലോ ക്ലാസ്സിലിരിക്കണേ? മാത്സ് പഠിക്കാൻ ഇഷ്ടം കൊണ്ടാണോ? ആരല്ലാന്ന് പറഞ്ഞത്? നീ തന്നെ പറഞ്ഞല്ല. അന്ന് നിന്റെ സൗണ്ട് മാറണമെന്ന് തോന്നിയല്ലോ. മാത്സ് ഇഷ്ടല്ലേ പഠിക്കാൻ? ആ, എന്റെ വീട് എവിടെയാ? എവിടെയാന്ന് സാറേ? കണ്ണൂരാണോ? കണ്ണൂർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഹൂസ് നെക്സ്റ്റ്? അടുത്താരാ? എല്ലാവരും ക്യാമറ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ച്. എല്ലാവരും ക്യാമറ ഇങ്ങനെ വെച്ച്. എല്ലാവരും കേട്ടോ? എല്ലാവരും ക്യാമറ ഇങ്ങനെ വെക്കുക. എന്നാലാണ് എനിക്ക് നിങ്ങളെ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസ് കാണാൻ സാധിക്കുള്ളൂ. എല്ലാവരും ക്യാമറ ഇങ്ങനെ വെക്കുക. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുക. നിങ്ങൾ സിനിമയൊക്കെ കാണുമ്പോൾ വെക്കില്ലേ, അതുപോലെ വെക്കുക. കേട്ടോ? ഓക്കെ, സെറ്റ്. മക്കളെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങല്ലേ നമുക്ക്? ഒരു തംസപ്പ് എന്ന് എല്ലാവരും തുടങ്ങുകയാണെങ്കിൽ ഒരു തംസപ്പ് എന്ന്. യെസ്. അപ്പൊ നമുക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നത്തെ മാത്ത് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? എല്ലാവർക്കും ഇഷ്ടാണോ മാത്സ്? ഇഷ്ടാണോ? എല്ലാരും പറഞ്ഞേ ഐ ലവ് യു മാത്ത്. ഐ ലവ് മാത്ത് എന്ന് പറഞ്ഞേ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. അപ്പൊ മാത്സ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? മാത്സിനെ ഇഷ്ടപ്പെടണം. മാത്സിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചാലാണ് ആ മാത്സ് നമുക്ക് എന്താവുള്ളൂ? ഇഷ്ടാവുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. കഷ്ടപ്പെട്ട് പഠിക്കുന്നേക്കാളും ഭേദം ഇഷ്ടപ്പെട്ട് പഠിക്കണതല്ലേ? അല്ലേ? കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ് ഇഷ്ടം? കഷ്ടപ്പെട്ട് പഠിക്കണതാ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാ. ഇഷ്ടപ്പെട്ട് പഠിക്കണം കേട്ടോ? ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് നമുക്ക് മാർക്ക് കിട്ടും. കേട്ടില്ലേ? ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് എഴുതണം കേട്ടോ. എല്ലാവരും നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് എന്ത് ചെയ്യാ? എഴുതാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങള്, നിങ്ങളുടെ എഴുതാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ? എഴുതാ. പഠിക്കാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? പഠിക്കാം. അപ്പോ നമുക്ക് മാത്സ് എന്താവും? വളരെ 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 എളുപ്പമാകും സുഹൃത്തുക്കളെ. കേട്ടോ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർക്കിൾസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് സർക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്.
മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് സർക്കിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കാം. അത് സർക്കിൾ ആണോ? ഇത് സർക്കിൾ ആണോ? ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഇത് സർക്കിൾ ആണോ? ആണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. എവിടെ ആക്ഷൻസ് കാണിക്കേ? ഇത് സർക്കിൾ ആണോ? ആണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. സർക്കിൾ ആണോ? ആക്ഷൻ കാണിച്ചേ. ഇത് സർക്കിൾ ആണോ? കമന്റ് ചെയ്തേ നിങ്ങള്. സർക്കിൾ ആണോ അല്ലയോ? സർക്കിൾ ആണോ? സർ നോട്ട് ഹിയറിംഗ്. കേൾക്കണില്ല? ആണോ? ഇത് സർക്കിൾ ആണോ മക്കളെ? ഇത് സർക്കിൾ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ് ഓർ നോ? യെസ്. ഈസ് ദിസ് എ സർക്കിൾ? പിള്ളേരെ ഇത് സർക്കിൾ ആണോ? പറയ്. ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യൂ. കമന്റിന്റെ ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇത് സർക്കിൾ അല്ല. കേട്ടില്ലേ? ഇതെന്തല്ല? ഇത് സർക്കിൾ അല്ല. സർക്കിൾ ആവണമെങ്കിൽ നോക്കിയേ, ഇങ്ങനെ ആവണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുള്ളൂ? സർക്കിൾ എന്ന് പറയുള്ളൂ. തുടങ്ങട്ടെ. ഇതിനെയാണ് മക്കളെ നമ്മൾ സർക്കിൾ എന്ന് പറയാം. ഇതെന്തല്ല? ഇത് സർക്കിൾ അല്ല. ഇതെന്താണ്? സർക്കിൾ ആണ്. സർക്കിൾസ് എപ്പോഴും എന്തായിരിക്കും? ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. മനസ്സിലായോ? സർക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ക്ലോസ്ഡ് ഫിഗർ. ഇത് ക്ലോസ്ഡ് ഫിഗർ അല്ല, കണ്ടോ? ഇവിടെ ഓപ്പൺ ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഇത് ദിസ് ഈസ് നോട്ട് എ സർക്കിൾ. ഫസ്റ്റ് വൺ സർക്കിൾ അല്ല, ബട്ട് ദി സെക്കൻഡ് വൺ ഈസ് എ സർക്കിൾ. സെക്കൻഡ് വൺ എന്താണ്? സർക്കിൾ ആണ്. കാരണം എന്താ? അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കി. പിടികിട്ടിയോ? മനസ്സിലായോ? പിടികിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? യെസ് യെസ് യെസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നപ്പോ ഏതൊക്കെയാണ്? സർക്കിളിന്റെ റേഡിയസ് എന്താണ്, സെക്ടർ എന്താണ്, സെഗ്മെന്റ് എന്താണ്. കണ്ടോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയസ് എന്താണ്, സെക്ടർ എന്താണ്, സെഗ്മെന്റ് എന്താണ്, ആർക്ക് എന്താണ്, ടാൻജന്റ് എന്താണ്, കോഡ് എന്താണ്, ഡയാമീറ്റർ എന്താണ്, സ്വീക്വന്റ് എന്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായോ? ഇത് കുറെ കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കും. ബട്ട് ഇത് സർക്കിൾസിനെ കുറിച്ചിട്ട് ആണ് മാഷ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിലെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കാം, കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. കേട്ടോ? അപ്പൊ നമുക്ക് പോവാം നമ്മുടെ ക്ലാസ്സിലേക്ക്. പോവാം. ഓക്കെ മക്കളെ, റേഡിയസ് എന്താണെന്ന് മാഷ് പറഞ്ഞുതരാൻ പോണേ. വാട്ട് ഈസ് റേഡിയസ്? മനസ്സിലായോ? നമ്മളിപ്പോ എന്താ പഠിക്കാൻ പോകുന്നത്? വാട്ട് ഈസ് റേഡിയസ്. റേഡിയസ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? മാഷ് പറഞ്ഞുതരാം.
അതായത് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് കണ്ടോ, ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ റേഡിയസ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, സർക്കിളിലെ സെന്ററിൽ നിന്നും, സർക്കിളിന്റെ സെന്റർ, ഇതാണ് സർക്കിളിന്റെ സെന്റർ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോ ഇവിടെ സർക്കിളിന്റെ സെന്റർ എന്താണ്, O ആണ്. ഇവിടുത്തെ ഒരു പോയിന്റ് ആണ് എന്ത്, A. അപ്പൊ ആ റേഡിയസിന്റെ പേര് നമുക്ക് എന്ത് പറയാം, സോ ദ റേഡിയസ് ഇസ് OA. മനസ്സിലായോ? എന്താണ് റേഡിയസിന്റെ പേര് വരുന്നുണ്ടായിരിക്കുക, OA എന്നായിരിക്കും ആ റേഡിയസിന്റെ പേര് വരുന്നുണ്ടായിരിക്കുക. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റേഡിയസ് എന്ന് പറഞ്ഞപ്പോ ഇത്രയേ ഉള്ളൂ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും, വേറെ തോന്നിയോടത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ല, സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? പിടികിട്ടിയോ? Got it everyone? Okay. ഇനി വേറൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ്. Here there is a point B. So what's the name of this radius? What's the name of this radius? This is the first and this is the second. Name the second radius. Radius ന്റെ പേരെന്താ വരാ? കമന്റ്. അല്ലട മോനെ, ഈ റേഡിയസിന്റെ പേരെന്താണെന്ന്, ഈ റേഡിയസിന്റെ പേര് നിങ്ങൾ പറഞ്ഞല്ലോ OA എന്ന്. എന്നാൽ ഈ റേഡിയസിന്റെ പേരെന്താ വരാ? ടിനേഷ് സാർ എന്ന് പറഞ്ഞേ. OB. യെസ്, ഗുഡ്. ആ റേഡിയസിന്റെ പേരെന്താണ്? OB എന്നാണ്. പിടികിട്ടിയോ? മനസ്സിലായോ എല്ലാവർക്കും? റേഡിയസ് എന്താണെന്നും ആ റേഡിയസിന് എങ്ങനെ പേരിടാമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു എനി പോയിന്റ് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ്. ഏതാ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. മനസ്സിലായ? എഴുതിയെടുത്തോ, വേഗാവട്ടെ. Good morning, sir. Good night. Good evening, പറയടാ. പറയ്. Okay, yes, sir. Bye. നീ ലേറ്റ് ആയില്ലോ. Okay, sir. ഇതെവിടെ? Yes, sir. അതെന്താ നീ ലേറ്റ് ആയേ? ആണോ? ഓക്കെ ഓക്കെ, നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. റേഡിയസ് എന്താന്നൊക്കെ നിനക്ക് അറിയില്ലേ? സർക്കിളിന്റെ റേഡിയസ് എന്താന്നൊക്കെ അറിയില്ലേ? റേഡിയസ് എന്ന് പറഞ്ഞ എന്താ? സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ?
നിന്റെ വീട് എവിടെയാ? ആലുവയിലാണോ? ആ, നീ ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ 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 ഗായ്സ്, ഇത് കഴിഞ്ഞില്ലേ? നമുക്കിനി അടുത്തത് മാഷ് പഠിപ്പിക്കാം. നെക്സ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വാട്ട് ഇസ് കോഡ് ആൻഡ് വാട്ട് ഇസ് ഡയാമീറ്റർ. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, സർക്കിളിൽ രണ്ട് പോയിന്റ് കണ്ടോ? എം എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്, എൻ എന്ന് പറഞ്ഞ പോയിന്റും ഉണ്ട്. ആ രണ്ട് പോയിന്റ്സും എവിടത്തെ പോയിന്റുകളാണ്? ആ രണ്ട് പോയിന്റുകളും എവിടത്തെ പോയിന്റുകളാണ്? ആ രണ്ട് പോയിന്റുകളും സർക്കിളിലെ പോയിന്റുകളാണ്. മനസ്സിലായോ? ആ രണ്ട് പോയിന്റുകൾ എവിടത്തെ പോയിന്റുകളാണ്? സർക്കിൾ, അല്ലാണ്ട് സർക്കിളിന്റെ പുറത്തെ പോയിന്റ് ആണോ? ആ രണ്ട് പോയിന്റുകൾ എവിടത്തെ പോയിന്റുകളാ? ആ രണ്ട് പോയിന്റുകളും സർക്കിളിലെ പോയിന്റുകളാണ്. അപ്പോ ഈ സർക്കിളിലെ പോയിന്റുകളെ ജോയിൻ ചെയ്തു വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഇസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞ എന്താ? ഒന്ന് പറഞ്ഞേ, വാട്ട് ഇസ് കോഡ്? വാട്ട് ഇസ് കോഡ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ, പറഞ്ഞേ, സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്തു വരയ്ക്കുന്ന ആ സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഇസ് കോഡ്? കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? എ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. അതെപ്പോഴും എന്തായിരിക്കണം? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ദാറ്റ് കണക്ട്സ്, അത് എന്തിനെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ദാറ്റ് കണക്ട്സ് എനി ടു പോയിന്റ്സ് ലൊക്കേറ്റഡ് ഓൺ ദി സർക്കംഫറൻസ്. അതായത് സർക്കിൾ, ഇപ്പൊ സർക്കിളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ സ്ട്രൈറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. എവരിവൺ ഗോട്ട് ദി പോയിന്റ്? മനസ്സിലായോ? ഇങ്ങനെയാണ് തംസ് അപ്പ് കാണിച്ചേ. യെസ് യെസ് യെസ്. ഓക്കെ, ഇനി മക്കളെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഡയാമീറ്റർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഡയാമീറ്റർ? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഡയാമീറ്റർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ഡയാമീറ്റർ? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഡയാമീറ്റർ? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് ഡയാമീറ്റർ? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഡയാമീറ്റർ. ഇവിടെ നോക്കിയേ, ഡയാമീറ്ററിന്റെ പേരെന്താ? ഒന്ന് പറഞ്ഞേ. ഡയാമീറ്റർ ഇപ്പൊ വരും. വെയിറ്റ് 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 വെയിറ്റ്. ഡി ഇ കണ്ടോ? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Diameter. The chord passes through the center of the circle, then it is called the diameter.
മനസ്സിലായോ? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ ഡയാമീറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? വാട്ട് ഈസ് കോഡ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. Then what is diameter? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ. അപ്പോൾ ദിസ് സ്ലൈഡ് ഇസ് ഓവർ. എല്ലാവർക്കും മനസ്സിലായോ കോൺസെപ്റ്റ് എന്താന്നുള്ളത്? ഓക്കെ. നെക്സ്റ്റ് കുട്ടികളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്ക് എന്താണെന്ന് പഠിക്കാൻ. വാട്ട് ഈസ് ആർക്ക്? മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ആർക്ക്. ആർക്ക് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ആർക്ക്? ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സർക്കിളിന്റെ ഒരു പാർട്ടിനെയാണ്. ആർക്ക് ഓഫ് എ സർക്കിൾ is defined as the part or segment of circumference of a circle. അതായത് സർക്കിളിന്റെ ഉണ്ടോ, ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഉണ്ടോ ഇത്രയുമുള്ള ഈ ഒരു പാർട്ടിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഇത്ര ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ആ ഒരു ചെറിയൊരു പോർഷൻ ആർക്ക് ഇത്ര ഉണ്ടാവുള്ളൂ. നിങ്ങള് ഈ 8ാം ക്ലാസ്സിലൊക്കെ ആർക്ക് കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഒക്കെ വരയ്ക്കാൻ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്ത്. അപ്പൊ ആർക്കിന്റെ ഷേപ്പ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇത്രയും ഉണ്ടാവുള്ള ആർക്ക്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്ക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് ആർക്കുകൾ വെച്ചിട്ടാണ്. That is first and second. രണ്ട് ആർക്കുകൾ വെച്ചിട്ടാണ് ഈ സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. സോ ഈ വലിയ ആർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ ആർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു വലിയ ആർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ ആർക്ക് എന്ന് പറയുന്നത്. Then the small arc is called minor arc. മനസ്സിലായോ? രണ്ട് ആർക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു സർക്കിൾ ഫോം ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനത്തെ ഒരെണ്ണം, ഇങ്ങനത്തെ ഒരു ആർക്കും ഇങ്ങനത്തെ ഒരു ആർക്കും. സോ ഈ വലുതിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ ആർക്ക്. ചെറുതിനെ പറയുന്ന പേരാണ് എന്ത്? മൈനർ ആർക്ക്. മനസ്സിലായോ എല്ലാവർക്കും? പിടികിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായോ? നോസർ ആരാ? നോന്ന് പറഞ്ഞ നോസർ ആരാ? എന്നിട്ടാ മനസ്സിലാവാനായിട്ട് സർക്കിൾ ഉണ്ട്. ഇങ്ങനത്തെ ഒരു പോർഷനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. കണ്ടോ? ഇങ്ങനെ വലിയ ആർക്കിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ ആർക്ക്. ചെറിയ ആർക്കിനെ പറയുന്ന പേരാണ് എന്ത്? മൈനർ ആർക്ക്. കിട്ടിയോ? ഉഷാറായ? സെറ്റായ? ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് സെക്ടർ. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? സെക്ടർ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് സെക്ടർ? മനസ്സിലായോ? വാട്ട് ഈസ് സെക്ടർ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അതായത്
ഇതൊരു സർക്കിൾ ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇങ്ങനെ മുറിച്ച ഈ സർക്കിൾ നിങ്ങളുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തു. ഇതിനെയാണ് ഞാൻ എന്തു പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് ഞാൻ എന്തു പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. അതായത് വെറുതെ അതായത് റേഡിയസിന്ന് കട്ട് ചെയ്യണം. വെറുതെ കട്ട് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായോ പറഞ്ഞത്? എങ്ങനെ കട്ട് ചെയ്യണം? ആ റേഡിയസിന്ന് കട്ട് ചെയ്യണം. മനസ്സിലായോ? അതായത് ഇങ്ങനെ മുറിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ കത്രി കൊണ്ട് മുറിച്ച് സെന്ററിലെത്തി ദെൻ ഇങ്ങനെ പോണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. This is a sector. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. സെക്ടറിൽ എന്തുണ്ടാവും? 2 റേഡിയസ് ഉണ്ടാവും, ഒരു ആർക്കും ഉണ്ടാവും. അല്ലെ? സെക്ടറിൽ എന്തൊക്കെ ഉണ്ടാവാ? സെക്ടറിൽ 2 റേഡിയസ് ഉണ്ടാവും. ഇവിടെ കണ്ടോ? 2 റേഡിയസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ആർക്കും ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ സെക്ടർ എന്താണെന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായോ സെക്ടർ? നമ്മളൊക്കെ കട്ട് ചെയ്യാറില്ലേ സർക്കിളിൽ നിന്ന്? ഇങ്ങനെ വെറുതെ ഇങ്ങനത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കരുത്. സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പറയുന്നത് കൂട്ടുകാരെ, നമ്മൾ എന്താ പറയാ? This is a sector. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയ 2 സെക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ദി സെക്കൻഡ്. ഇതിലെ വലിയ സെക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ സെക്ടർ. വലിയ സെക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? മേജർ സെക്ടർ. And the small sector is called the minor sector. പിടികിട്ടിയോ? ആ വലിയ സെക്ടറിനെ പറയുന്ന പേരാണ് മേജർ സെക്ടർ. Then ആ ചെറിയ സെക്ടറിനെ പറയുന്ന പേരാണ് മൈനർ സെക്ടർ. മനസ്സിലായോ എല്ലാവർക്കും? പിടികിട്ടിയോ? സെറ്റാണോ? ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? സാറേ? ആ ഫസ്റ്റ് വൺ അൺമ്യൂട്ട് ചെയ്തേ. മോൾ ക്രിസ്റ്റീന മോളെ അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, മോളുടെ പേരെന്താ? ഫോസ്തീന. മോളെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ന്? യെസ്, റേഡിയസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? വാട്ട് ഈസ് റേഡിയസ്? സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ്. സെന്ററിൽ നിന്നും സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? എവരിവൺ ഗോട്ട് ദി പോയിന്റ്? ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചേ മോളെ? കോഡ് എന്താണെന്ന് പഠിച്ചു. വാട്ട് ഇസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഇസ് കോഡ്? കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന that straight line is called the chord. Okay, what's next? Yes, diameter. What is the diameter? Diameter എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത് അല്ലെ? സർക്കിളിന്റെ സെന്ററിലൂടെ
കടന്നു പോകുന്ന ആ ഒരു കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താ പഠിച്ചേ? യെസ്, ആർക്ക് എന്താന്ന് പഠിച്ചു. ആർക്ക് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതിലെ വലിയ ആർക്കിനെ പറയുന്ന പേരാണ് മേജർ ആർക്ക്, and the small arc is called the minor arc. Okay, then what's next? Sir, അടുത്ത unmute ചെയ്തേ. Okay മോളെ, very good, very good, very good. Who's next? ആദിദേവ്. ഹലോ ആദിക്കുട്ട. ആദിദേവ്, അവിടെ ഓപ്ഷൻ വരുന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. ആദിദേവ്, ആ മൈക്കിന്റെ ചിഹ്നത്തുമ്പോ തൊട്ടാലും മതി. ആദിദേവ് പറയ്, സെക്ടർ എന്ന് പറഞ്ഞ എന്താ? ഓക്കെ, അടുത്ത ആളെ വിളിച്ചേ. മുബാഷിറ. മുബഷിറ. Hi, what is sector? Sector is two type: minor sector, major sector. സെക്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? സെക്ടറിൽ സ്മോളർ ഒരു സർക്കിളിന്റെ നോ രണ്ട് റേഡിയസും ഉണ്ടാവും. രണ്ട് റേഡിയസ്. ഇവിടെ റേഡിയസ് ഉണ്ടാവും. ഈ റേഡിയസ് ഉണ്ടാവും. പിന്നെ ഒരു ആർക്കും ഉണ്ടാവും. മനസ്സിലായില്ലേ? സെക്ടർ ഇങ്ങനെയല്ലേ മോളെ ഇരിക്കുക. ഇത് രണ്ടും റേഡിയസ് ആയിരിക്കും, ഇതെന്തായിരിക്കും? ആർക്കായിരിക്കും. ഓക്കെ, സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിന്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് സെഗ്മെന്റ് എന്നാണ്. വാട്ട് ഈസ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഞാൻ മാഷ് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. അതായത് ഇതൊരു സർക്കിൾ ആണ്. കണ്ടോ? അതായത് സർക്കിളിനെ കട്ട് ചെയ്യാം. സെക്ടർ കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യണം? ഇത് സർക്കിൾ ആണ്, ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാ? സെക്ടർ കിട്ടാ. റേഡിയസും വേണം ഇങ്ങനെ. ഇതാണ് സെക്ടർ. ഇതാണ് എന്ത്? സെഗ്മെന്റ്. മനസ്സിലായോ? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഈസ് എ പാർട്ട് ഓഫ് ദ സർക്കിൾ ദാറ്റ് ഈസ് കട്ട് ഓഫ് ബൈ എ കോഡ്. മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ ഒരു കോഡിൽ നിന്നും സർക്കിളിനെ കട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഗ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് സെഗ്മെന്റ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോഡിൽ നിന്നും സർക്കിളിനെ കട്ട് ചെയ്യാം. ഇത് ആർക്കാണ്. ആർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് സെക്ടർ, ഇത് സെഗ്മെന്റ്. മൂന്നും മാറിപ്പോവരുത്. സെക്ടർ എന്താണ്, സെഗ്മെന്റ് എന്താണ്, ആർക്ക് എന്താണെന്ന് മാറിപ്പോകരുത്. മനസ്സിലായോ എല്ലാവർക്കും? ഈ മൂന്ന് ഫിഗർ ഞാൻ ഈ സ്ലൈഡിൽ വരച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? മനസ്സിലായോ? ആദിക്കുട്ടന് മനസ്സിലായോ? തംസപ്പ് കാണിച്ച മോനെ മനസ്സിലായെങ്കിൽ. അപ്പൊ ഇതിൽ നോക്കിയ മക്കളെ, ആ വലിയ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ സെഗ്മെന്റ്. ആ ചെറിയ സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനർ സെഗ്മെന്റ്. മനസ്സിലായോ? അതിൽ ആ ഒരു ചെറിയ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് വലിയ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് മേജർ സെഗ്മെന്റ്.
പിന്നെ ആ ചെറിയ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് മൈനർ സെഗ്മെന്റ്. മനസ്സിലായോ എല്ലാവർക്കും? മേജർ ആൻഡ് മൈനർ സെഗ്മെന്റ് എന്നത് മനസ്സിലായോ? വലിയ സെഗ്മെന്റ്, മേജർ സെഗ്മെന്റ്, and the small segment is called the minor segment. Okay? എല്ലാവർക്കും കിട്ടിയില്ലേ? അടുത്തേക്ക് പോവാം മക്കളെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വാട്ട് ഈസ് എ ടാൻജന്റ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വാട്ട് ഈസ് എ ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സർക്കിളിലെ ഏതെങ്കിലും പറയടാ മോനെ കേട്ടില്ലടാ, ഒന്നുകൂടി പറഞ്ഞേ. ആ സെഗ്മെന്റിന്റെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നീ എഴുതിക്കോ, എന്തിനാ സ്ക്രീൻഷോട്ട് എടുക്കണേ? എടാ ഞാൻ എപ്പ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാ. ക്യാമറ ഓൺ ചെയ്യാൻ ടിനേജ് സാർ പറയണോ? ക്യാമറ ഓൺ ചെയ്യാൻ. ടിനേജ് സാർ ആള് ശരിയല്ല കേട്ടോ, ആള് ചൂടാവും. ആ യെസ്, ടിനേജ് സാർ ആരാന്ന് വിചാരിച്ചത് നിങ്ങള്? ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? വാട്ട് ഈസ് ടാൻജന്റ്. ടാൻജന്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് എ ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ മക്കളെ എന്താ പറഞ്ഞേക്കുന്നേ? എന്താ പറയുന്നത്? വാട്ട് ഈസ് ടാൻജന്റ്. വാട്ട് ഈസ് ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? എന്താണ് ടാൻജന്റ്? സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കണ്ടോ, ഈ ഒരു പോയിന്റിനെ മാത്രമേ അത് എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ടച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായോ? ഒരു പോയിന്റിനെ മാത്രമേ അത് എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ടച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു പോയിന്റിനെ മാത്രം. അതായത് ഇങ്ങനെ, ഇത് സർക്കിൾ, അതിൽ ഈ ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ആ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ വാട്ട് ഈസ് എ ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ എല്ലാവരും മാഷിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് എ ടാൻജന്റ്. സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെ പറയുന്ന പേരാണ് ടാൻജന്റ്. ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. കേട്ടോ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് എ സീക്വന്റ്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്?
സ്വീക്വന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് എ സ്വീക്വന്റ്? സ്വീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വീക്വന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് സ്വീക്വന്റ്? In a sequence, the lion intersect the circle at 2 points. മനസ്സിലായോ? അതായത് സർക്കിളിലെ രണ്ട് പോയിന്റുകളെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട്. മനസ്സിലായോ? വാട്ട് ഈസ് സ്വീക്വന്റ്? സ്വീക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ ഇന്റർസെക്ട് ചെയ്യുക, മുറിച്ചു കടക്കാന്നർത്ഥം. രണ്ട് പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ലൈനെ പറയുന്ന പേരാണ് എന്ത്? സ്വീക്വന്റ്. മനസ്സിലായോ? വാട്ട് ഈസ് ടാൻജന്റ്? വാട്ട് ഈസ് സീക്വന്റ്? രണ്ടും എല്ലാവർക്കും മനസ്സിലായില്ലേ? നോ കോഡ് കൊണ്ട് ഇവിടെ നിക്കണം. മുറിച്ച് കടക്കാൻ പാടില്ല. മുറിച്ച് കടന്നുണ്ടെങ്കിൽ അത് സ്വീക്വന്റ് ആയി. മെടുക്കാൻ അടിപൊളി ഡൗട്ട്. പിള്ളേരെ കഴിഞ്ഞടാ? കഴിഞ്ഞ എല്ലാവരുടെയും? ഡൗട്ട് ഇല്ലല്ലോ? അടുത്തേക്ക് പോവാം. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, സെറ്റ് പിള്ളേര്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഇക്വേഷൻസ് ആണ്. ഹൗ ടു കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr. മനസ്സിലായ എല്ലാവരും? ഇത് പഠിച്ചേ. സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? 2πr. സർക്കിളിന്റെ ഏരിയ കണ്ടു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. പൈ എന്താണെന്നൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ മാഷ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി അതെന്താന്നൊക്കെ നമ്മുടെ നോർമൽ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദാറ്റ് ഒക്കെ. ഓക്കെ, അപ്പൊ മക്കളെ എന്താണ് സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താ? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് πr². വേഗം എഴുതിയെടുത്തേ ടീനേജ് സർ. കഴിഞ്ഞോ? കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞോ? എല്ലാവരുടെയും ചെയ്തു കഴിഞ്ഞോ?
എഴുതി കഴിഞ്ഞോ? പ്രോബ്ലം എടുക്കാം. എടാ പൈ ആർ സ്ക്വയർ ഇത്ര ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. യെസ്, ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് എന്താടാ മോനെ എന്താ പറഞ്ഞേ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ. റേഡിയസ് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള, മനസ്സിലായോ? റേഡിയസ് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള, പിടികിട്ടിയോ? റേഡിയസ് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള, റേഡിയസ് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള സർക്കിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? 2πr അല്ലെ? എന്താണ്? 2πr. മക്കളെ r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. അപ്പൊ എന്ത് വരും? 2 into pi into 5 സെന്റിമീറ്റർ. 2 into 5 എത്രയാ? 10 pi സെന്റിമീറ്റർ എന്ന് വരും. മനസ്സിലായോ എല്ലാവർക്കും? ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സെന്റിമീറ്റർ. അപ്പൊ എന്ത് വരും? പൈ ഇൻറ്റു 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 2 അല്ലേ? 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 into 2 10 അല്ലേ? ആണോ? ഒന്ന് പറഞ്ഞേ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 into 2 10 അല്ലേ? ആണെന്ന് ഇങ്ങനെ കാണിച്ചേ. അയ്യോ അല്ല, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 5 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 25 പൈ. മനസ്സിലായോ? പിടികിട്ടിയോ? എല്ലാവർക്കും ചെയ്തോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, ഇതൊന്ന് ചെയ്തേ. 5ന് പകരം ഞാൻ 6 ആക്കിയിട്ടുണ്ട്. തന്നെ ചെയ്തേ. വേഗമായിട്ട് തന്നെ ചെയ്.
മനസ്സിലായ? ചെയ്തോ? എല്ലാരും ചെയ്തോ? തന്നെ ചെയ്തേ. ഹലോ, പറഞ്ഞോ. സ്ക്രീൻ കാണില്ല. ബാക്കി എല്ലാവർക്കും കാണണ്ടല്ലോ. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നവർ ഇങ്ങനെ കാണിച്ചേ. ആ യെസ് മോനെ, നെറ്റ്വർക്കും ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ സ്ക്രീൻ. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2πr അല്ലെ? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2πr. r എന്ന് പറഞ്ഞാൽ എത്ര? റേഡിയസ്. റേഡിയസ് എത്ര? 6 സെന്റിമീറ്റർ. അപ്പൊ എത്ര വരും? 2 into pi into 6, 12 pi സെന്റിമീറ്റർ. Got it. മനസ്സിലായോ? ഇനി ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ. പൈ ഇൻറ്റു 6 സ്ക്വയർ. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 into 2 അല്ല. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 into 6 36 ആണ്. സോ ദ ആൻസർ വിൽ ബി 36 പൈ. മനസ്സിലായോ എല്ലാവർക്കും? മക്കളെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് കഴിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ വിളിക്കുമ്പോൾ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളെ വിളിക്കും അല്ലെ? വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ. നിങ്ങളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കേട്ടോ? ഇഷ്ടായെങ്കിൽ ഇഷ്ടായി എന്ന് പറയാ, ഇഷ്ടായില്ലെങ്കിൽ ഇഷ്ടായില്ല എന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ ഓൾറെഡി മൂവിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അതിലേക്ക് ജോയിൻ ചെയ്യാം. കേട്ടോ? ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ബൈ.